ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാൾ രണ്ടാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് നാളെ. കേരളത്തിൽ വോട്ടെണ്ണലിനുള്ള ക്രമീകരണങ്ങൾ പുരോഗമിക്കുന്നു. ആഗോളതലത്തിൽ ഭീകരവാദത്തെ ഉന്മൂലനം ചെയ്യുന്നതിൽ ഷാങ്ഹായ് സഹകരണ സംഘടന നിർണായക പങ്കാണ് വഹിക്കുന്നതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വൈദ്യുതി പ്രതിസന്ധിക്കിടെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനിച്ച് KSEB. വൈകുന്നേരം 6-നും 12-നും ഇടയിൽ അരമണിക്കൂറിൽ താഴെയായിരിക്കും നിയന്ത്രണം. ഉഷ്ണതരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. കനത്ത വേനലിനാശ്വാസമായി സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ ഇന്ന് വേനൽ മഴയെത്തി. വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ISL ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ ഒഡീഷ പോരാട്ടം. വാർത്തകൾ വിശദമായി. പശ്ചിമബംഗാളിൽ രണ്ടാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെടുപ്പ് നാളെ രാവിലെ 7 മണിക്ക് ആരംഭിക്കും. 142 മണ്ഡലങ്ങളിലായി 3,20,00,000 വോട്ടർമാരാണ് രണ്ടാംഘട്ടത്തിൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത്. 1448 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. 41,001 പോളിംഗ് സ്റ്റേഷനുകളാണ് വോട്ടെടുപ്പിനായി ക്രമീകരിച്ചിരിക്കുന്നത്. സുരക്ഷയ്ക്കായി 2,321 കമ്പനി കേന്ദ്രസേനയെ സംസ്ഥാനത്ത് വിന്യസിച്ചിട്ടുണ്ട്. കേരളം ഉൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും മെയ് 4-നാണ് വോട്ടെണ്ണൽ. വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ റാൻഡമൈസേഷനും പരിശീലന പരിപാടികളും സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്. ആഗോളതലത്തിൽ ഭീകരവാദത്തെ ഉന്മൂലനം ചെയ്യുന്നതിൽ ഷാങ്ഹായ് സഹകരണ സംഘടന നിർണായക പങ്കാണ് വഹിക്കുന്നതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിൽ ഷാങ്ഹായ് പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ ഇരകളെ അനുസ്മരിച്ച രാജ്യരക്ഷാമന്ത്രി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തീവ്രവാദത്തിനെതിരെ ഇന്ത്യ ശക്തമായ പോരാട്ടം നടത്തിയതായും വ്യക്തമാക്കി. ഭീകരതയെ പിന്തുണയ്ക്കുന്ന സുരക്ഷിത താവളങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് ലോകരാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഷാങ്ഹായ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിരോധ മന്ത്രിമാർ പങ്കെടുക്കുന്ന യോഗം മേഖലയിലെ പ്രതിരോധം, സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. വൈദ്യുതി പ്രതിസന്ധി കണക്കിലെടുത്ത് സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ KSEB ഉന്നതതല യോഗത്തിൽ തീരുമാനം. വൈകുന്നേരം 6-നും 12-നും ഇടയിൽ അരമണിക്കൂറിൽ താഴെ സമയത്തേക്കായിരിക്കും നിയന്ത്രണം. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. സംസ്ഥാനത്ത് വൈദ്യുതി ആവശ്യകതയിലുണ്ടായ അപ്രതീക്ഷിതമായ വർധനയാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് KSEBയുടെ ഉന്നതതല യോഗം വിലയിരുത്തി. അതിരൂക്ഷമായ സ്ഥിതിഗതികൾ ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ ഗ്രിഡ് സ്ഥിരതയ്ക്കായി വൈകുന്നേരം 6 മുതൽ രാത്രി 12 വരെ 30 മിനിറ്റിൽ താഴെയുള്ള വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ ഉന്നതതല യോഗം അനുമതി നൽകി. വൈദ്യുതി വാഹന ചാർജിംഗ് വൈകുന്നേരം 6 മുതൽ രാത്രി 12 വരെ പൂർണ്ണമായി ഒഴിവാക്കി പകൽ സമയത്തേക്ക് ക്രമീകരിക്കണം. AC-യുടെ താപനില 24-26 ഡിഗ്രി സെൽഷ്യസിൽ നിലനിർത്തണമെന്നും ഇൻഡക്ഷൻ കുക്കറിന്റെ ഉപയോഗം ഈ സമയത്ത് പരമാവധി ഒഴിവാക്കണമെന്നും KSEB അറിയിച്ചു. വൈദ്യുതി അധികമായി ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ഹീറ്റർ, അയൺ, വാഷിംഗ് മെഷീൻ, പമ്പ് സെറ്റ് തുടങ്ങിയവയുടെ ഉപയോഗവും ഈ സമയത്ത് ഒഴിവാക്കണം. രാജ്യത്താകെ വ്യാപിച്ചിരിക്കുന്ന ഉഷ്ണതരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ വിപണിയിൽ വൈദ്യുതി ലഭ്യത ഗണ്യമായി കുറഞ്ഞതായും ഊർജ്ജവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പുനീത് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വിലയിരുത്തി. ആവശ്യകതയുടെ 70%-ലേറെയും വൈദ്യുതി പുറത്തുനിന്നും വാങ്ങുന്ന സംസ്ഥാനമെന്ന നിലയിൽ ഇത് കേരളത്തിന് പ്രതിസന്ധിയാകുന്നതായി യോഗം അഭിപ്രായപ്പെട്ടു. കേന്ദ്ര ഉൽപാദന നിലയങ്ങളിൽ നിന്നുള്ള വൈദ്യുതി ലഭ്യതയിലുണ്ടായിരുന്ന 200 മെഗാവാട്ടിന്റെ കുറവ് ഇന്നത്തോടെ പരിഹരിക്കപ്പെടുമെന്നും KSEB അറിയിച്ചു. ഉഷ്ണതരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. തൊഴിലാളികളുടെ സുരക്ഷയ്ക്കായി കേന്ദ്ര തൊഴിൽ മന്ത്രാലയം മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. മതിയായ കുടിവെള്ള സൌകര്യങ്ങളും വിശ്രമ സ്ഥലങ്ങളും ഉറപ്പാക്കുക, തൊഴിൽ സ്ഥലങ്ങൾ ശീതീകരിക്കുക തുടങ്ങി നിരവധി നിർദ്ദേശങ്ങളാണ് തൊഴിൽ മന്ത്രാലയം മുന്നോട്ട് വയ്ക്കുന്നത്. ESI ആശുപത്രികളിലടക്കം സൂര്യാഘാത ചികിത്സയ്ക്കായി പ്രത്യേക ഹെൽപ്പ് ഡെസ്കുകൾ ക്രമീകരിക്കണമെന്നും ചീഫ് സെക്രട്ടറിമാർക്ക് നൽകിയ നിർദ്ദേശത്തിൽ പറയുന്നു. കനത്ത വേനലിനാശ്വാസമായി സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇന്ന് വേനൽ മഴയെത്തി. വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തിപ്പെടുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മറ്റന്നാൾ മഞ്ഞ ജാഗ്രത നൽകി. പത്തനംതിട്ട, ഇടുക്കി, വയനാട് ജില്ലകളിൽ വെള്ളിയാഴ്ചയും ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ശനിയാഴ്ചയും മഞ്ഞ ജാഗ്രതയാണ്. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. കൊല്ലം ചിതറ ഓയിൽ പാം എസ്റ്റേറ്റിൽ ശക്തമായ മഴയിൽ എണ്ണപ്പന വീണ് തൊഴിലാളി മരിച്ചു. വിളക്കുപാറ സ്വദേശി സരിതയാണ് മരിച്ചത്. എസ്റ്റേറ്റിലെ കാട് വെട്ടുന്നതിനിടെയാണ് അപകടം. തിരുവനന്തപുരം വർക്കലയിൽ സൂര്യതപമേറ്റ് ചികിത്സയിലിരുന്ന യുവാവ് മരിച്ചു.
ഇടവ വെൺകുളം സ്വദേശി ഷൈനാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. കഴിഞ്ഞ 18-ാം തീയതി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവേ റോഡിൽ കുഴഞ്ഞു വീണ ഷൈനെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും രാജ്യത്തുടനീളം ഗാർഹിക LPG, PNG, ഗതാഗതത്തിനുള്ള CNG എന്നിവയുടെ വിതരണം 100% ഉറപ്പാക്കിയതായി കേന്ദ്ര സർക്കാർ. കുടിയേറ്റ തൊഴിലാളികൾക്കുള്ള 5 കിലോഗ്രാം സൌജന്യ LPG സിലിണ്ടറുകളുടെ വിതരണം ഇരട്ടിയാക്കിയതായും പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കി. കയറ്റുമതിയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചു വരുന്നതായി ടെക്സ്റ്റൈൽസ് മന്ത്രാലയവും അറിയിച്ചു. സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം മെയ് 15 പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫലം മെയ് 22 പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് വിവിധ സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താലിനെ തുടർന്ന് സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. നിതിന്റെ ജന്മനാടായ നെടുമങ്ങാട് ഉൾപ്പെടെ തിരുവനന്തപുരം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ വാഹനങ്ങൾ തടയുന്ന സാഹചര്യമുണ്ടായി. പത്തനംതിട്ട അടൂരിൽ വാഹനം തടഞ്ഞ ഹർത്താൽ അനുകൂലികളെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. കണ്ണൂർ ജില്ലയിലെ വിവിധയിടങ്ങളിലും സമരാനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. പ്രശസ്ത ഓങ്കോളജിസ്റ്റ് ഡോക്ടർ കെ പവിത്രൻ അന്തരിച്ചു. അമൃത ഹോസ്പിറ്റൽ മെഡിക്കൽ ഓങ്കോളജി വിഭാഗം മേധാവിയായിരുന്നു. രാജ്യത്തെ തന്നെ മികച്ച അർബുദ ചികിത്സകരിൽ ഒരാളായിരുന്ന അദ്ദേഹം 2 പതിറ്റാണ്ടിലേറെയായി അമൃത ആശുപത്രിയിൽ സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. ജലാശയങ്ങളിൽ അപകടങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ സുരക്ഷ മുൻനിർത്തി കണ്ണൂർ ഇരിട്ടിയിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി ആരംഭിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. മുൻപ് അപകടങ്ങൾ നടന്ന സ്ഥലങ്ങൾ, ഒഴുക്ക് കൂടുതലുള്ള കയങ്ങൾ, മറ്റ് അപകട സാധ്യതാ മേഖലകൾ എന്നിവിടങ്ങളിലാണ് സന്ദർശകർക്കായി ജാഗ്രതാ നിർദ്ദേശം നൽകുന്ന ബോർഡുകൾ സ്ഥാപിക്കുന്നത്. ഇരിട്ടി നഗരസഭയെ കൂടാതെ ഉളിക്കൽ, പടിയൂർ, ഇരിക്കൂർ, പായം, ആറളം, അയ്യങ്കുന്ന്, മുഴക്കുന്ന് എന്നീ പഞ്ചായത്തുകളിലെ പുഴയോരങ്ങളിലും കേരള കർണാടക അതിർത്തി മേഖലയായ കൂട്ടുപുഴയിലും ബോർഡുകൾ സ്ഥാപിക്കും. ഇരിട്ടി അഗ്നിരക്ഷാസേനയും സിവിൽ ഡിഫൻസും സംയുക്തമായാണ് ബോർഡുകൾ സ്ഥാപിക്കുന്നത്. ജലശുദ്ധീകരണശാലകളിലും പൈപ്പ് ലൈനിലും അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ തിരുവനന്തപുരം നഗരത്തിലെ വിവിധ മേഖലകളിൽ വ്യാഴാഴ്ച രാവിലെ 8 മണി മുതൽ വെള്ളിയാഴ്ച രാവിലെ 8 മണി വരെ ജലവിതരണം മുടങ്ങുമെന്ന് വാട്ടർ അതോറിറ്റി. ഉപഭോക്താക്കൾ മുൻകരുതൽ സ്വീകരിക്കേണ്ടതാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. രാത്രി 7:30 പഞ്ചാബിലെ ന്യൂ ചണ്ഡിഗഡിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ ഒഡീഷ FCയെ നേരിടും. രാത്രി 7:30 ഗോവയിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 416 പോയിന്റ് താഴ്ന്ന് 76,886-ലും നിഫ്റ്റി 97 പോയിന്റ് നഷ്ടത്തിൽ 23,995-ലും വ്യാപാരം അവസാനിച്ചു. സ്വർണ്ണവില കുത്തനെ ഇടിഞ്ഞു. ഇന്നലത്തെ വിലയിൽ നിന്നും പവന് 2,040 രൂപ കുറഞ്ഞ് പവന് 1,10,680 രൂപയും ഗ്രാമിന് 13,835 രൂപയുമാണ് നിലവിൽ വില. ഇന്ന് 3 തവണയാണ് സ്വർണ്ണവില കുറഞ്ഞത്. അധോലോക കുറ്റവാളി ദാവൂദ് ഇബ്രാഹിമിന്റെ അടുത്ത അനുയായിയും അന്താരാഷ്ട്ര മയക്കുമരുന്ന് ശൃംഖലയിലെ പ്രധാനിയുമായ സലീം ദോലയെ തുർക്കിയിൽ നിന്നും ഇന്ത്യയിലെത്തിച്ചു. നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും മറ്റ് ഏജൻസികളും ചേർന്നാണ് ഇതിനുള്ള നിർണായക നീക്കം നടത്തിയത്. 50-ലധികം മോഷണക്കേസിൽ പ്രതിയായ കർണാടക ഷിമോഗ സ്വദേശി ഡോളർ അനി എന്നറിയപ്പെടുന്ന അനിൽകുമാർ, കൂട്ടുപ്രതി താമരശ്ശേരി സ്വദേശി ജെയിംസ് എന്നിവരെ കോഴിക്കോട് പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ മാസം സൈബർ ഫോറൻസിക് വിദഗ്ധൻ വിനോദ് ഭട്ടതിരിപ്പാടിന്റെ വീട്ടിൽ നടത്തിയ കവർച്ചയെ തുടർന്ന് കർണാടകയിലും തമിഴ്നാട്ടിൽ നടത്തിയ തിരച്ചിലിൽ പോലീസ് തേനി ടൌണിൽ നിന്നാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമബംഗാൾ 2ാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് നാളെ. കേരളത്തിൽ വോട്ടെണ്ണലിനുള്ള ക്രമീകരണങ്ങൾ പുരോഗമിക്കുന്നു. ആഗോളതലത്തിൽ ഭീകരവാദത്തെ ഉന്മൂലനം ചെയ്യുന്നതിൽ ഷാങ്ഹായ് സഹകരണ സംഘടന നിർണായക പങ്കാണ് വഹിക്കുന്നതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വൈദ്യുതി പ്രതിസന്ധിക്കിടെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനിച്ച് KSEB. വൈകുന്നേരം 6-നും 12-നുമിടയിൽ അരമണിക്കൂറിൽ താഴെയായിരിക്കും നിയന്ത്രണം. ഉഷ്ണതരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. കനത്ത വേനലിന് ആശ്വാസമായി സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ ഇന്ന് വേനൽ മഴയെത്തി. വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ISL ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ ഒഡീഷ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.